നമസ്കാരം. കഴിഞ്ഞ കുറച്ചു നാളുകളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നായർ ഈഴവ ഐക്യം അഥവാ ഹിന്ദു ഐക്യം. പക്ഷേ പൊടുന്നനെ അത് ഇല്ലാതായിരിക്കുന്നു. ഇന്ന് രാവിലെ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു, നായർ ഈഴവ ഐക്യം ഉടൻ സാധ്യമല്ല എന്ന്. ഇതിന് കാരണമായിട്ട് സുകുമാരൻ നായർ പറഞ്ഞ കാര്യം എന്നത് ഒരു BJPയുമായി അടുത്ത് നിൽക്കുന്ന നേതാവ് BDJSൻ്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇതുമായി ബന്ധപ്പെട്ട സുകുമാരൻ നായരെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന ആളാണ് തുഷാർ വെള്ളാപ്പള്ളി. അന്നൊന്നും സുകുമാരൻ നായർക്ക് ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അപ്പോൾ ഇതൊന്നുമല്ല സുകുമാരൻ നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അയ്യപ്പൻ്റെ സ്വർണം കട്ട ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് കീജയ് വിളിക്കുവാൻ അവരടുത്ത് വീണ്ടും ഭരണത്തിൽ വരുമെന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ പോലീസിനെ വിട്ട് നരനായാട്ട് നടത്തിയ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതിനും പ്രശ്നമല്ല. പ്രശ്നമെന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ കാണാൻ പോയി എന്നത് മാത്രമായിരുന്നു. ഇവിടെ എന്താണ് ഹിന്ദു ഐക്യം, അതിൻ്റെ അനിവാര്യത എന്താണ് എന്ന് ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന ആൾക്കാരിൽ ഒരാളാണ് സുകുമാരൻ നായർ. എന്നിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു എങ്കിൽ തീർച്ചയായും ഹിന്ദുക്കളെ സംബന്ധിച്ച് കട്ടപ്പ തന്നെയാണ് സുകുമാരൻ നായർ. അതായത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലാഭം മുസ്ലിം ലീഗിൽ നിന്നോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നോ ലഭിച്ചോ എന്ന് പോലും സംശയിക്കുന്നതിൽ തെറ്റില്ല. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊടുന്നനെയുള്ള വാക്ക്. ആലോചിച്ച് നോക്കണം, നമുക്ക് ഈ മലപ്പുറം ജില്ല വിഭജിച്ച മറ്റൊരു ജില്ലയും കൂടി ഉണ്ടാക്കണം എന്ന് ജമാഅത്തുകൾ ആവശ്യപ്പെടുന്ന കാലത്ത്, എറണാകുളം ജില്ല വിഭജിച്ച മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല വേണം എന്ന് ആവശ്യപ്പെടുന്ന ഈ കാലത്ത്, തിരുനാവായ കേന്ദ്രീകരിച്ച മഹാമാഘ ഉത്സവം നടക്കാൻ പോകുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച സർക്കാർ മെഷീനറികൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഈ കാലത്ത് അതൊന്നും NSSനെ സംബന്ധിച്ച് പ്രശ്നങ്ങളേ അല്ല. പ്രശ്നമായത് തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ്. എങ്കിൽ മറ്റെന്തോ കുഴപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹിന്ദു മഹാമണ്ഡലം നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, R ശങ്കറിൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ. ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു ഐക്യം അനിവാര്യം തന്നെയായിരുന്നു. അതിനേക്കാൾ അനിവാര്യമായ ഒരു കാലമാണ് ഇപ്പോഴുള്ളത്. എന്നിട്ടും ഇത്തരത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചു പറയാം, മറ്റെന്തോ തരത്തിലുള്ള നേട്ടങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ചരിത്രത്തിൽ സുകുമാരൻ നായരെ അറിയപ്പെടുക ഒറ്റുകാരൻ എന്ന് തന്നെയാണ്. ഇതിനു മുന്നേയും നായർ ഈഴവ ഐക്യത്തിൻ്റെ സാഹചര്യം ഒത്തുവന്നതാണ്. അന്നും ഇതുപോലെ ചില വാചകങ്ങളിൽ കുടുങ്ങിയാണ് സുകുമാരൻ നായർ അതിന് പുറത്തേക്ക് പോയത്. സത്യത്തിൽ സുകുമാരൻ നായർ ആരുടെ നേതാവാണ്? NSSൻ്റെ നേതാവാണോ? അതോ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ നേതാവാണോ? ഹിന്ദുവിൻ്റെ ഒരു ജാതി സംഘടനയുടെ നേതാവിന് എങ്ങനെയാണ് ഇത്തരത്തിൽ ഹിന്ദു വളരെയേറെ ബുദ്ധിമുട്ടുന്ന വളരെയേറെ ഹിന്ദു വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുവാൻ തോന്നുന്നത്? ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ചില അജണ്ടകളുണ്ട്. അജണ്ടകൾ വച്ചുകൊണ്ട് തന്നെയാണ് ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഈ ഒരു ഹിന്ദു നേതാവ് പ്രതികരിച്ചിട്ടുള്ളത്, ശ്രീ സുകുമാരൻ നായർ പ്രതികരിച്ചിട്ടുള്ളത്. മുൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ഈ ഒരു തീരുമാനത്തെ വലിയൊരു ഒറ്റായിട്ടേ നമുക്ക് പരിഗണിക്കുവാൻ പറ്റൂ. ഹിന്ദുവിനെ പുറകിൽ നിന്ന് കൊത്തിയ കട്ടപ്പയുടെ സ്ഥാനം, അല്ലെങ്കിൽ ലീഗിന് വേണ്ടിയോ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയോ അവർക്ക് ഭരണം നടത്തുവാൻ വേണ്ടിയോ മാറി നിന്നുകൊടുത്ത ഒരു നേതാവിൻ്റെ ചിത്രമായിരിക്കും സുകുമാരൻ നായർക്ക്. കുറച്ചു നാൾ മുന്നെയാണ് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞത് എന്താണ് ഇവിടെ ഹിന്ദു ഐക്യത്തിൻ്റെ കാര്യമെന്ന്. അതോടൊപ്പം തന്നെ ലീഗ് വളരെ ശക്തമായാണ് ചോദ്യം ചെയ്തത്. ഈ 5ാം മന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം അതിനെതിരെ സംസാരിച്ചതും സുകുമാരൻ നായരായിരുന്നു. പക്ഷേ ഈ 5ാം മന്ത്രി പദത്തിനെതിരെ സംസാരിച്ചത് താൽക്കാലികമായി മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പോൾ തികച്ചും ബോധ്യമാകുകയാണ്. അത് തികച്ചും ഒരു നാടകം തന്നെയാണ്. എന്തായാലും ഒറ്റുകാരനും ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.